സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സ്വർണം ബാങ്ക് മാനേജർ ഉൾപ്പെടുന്ന സംഘം പലപ്പോഴായി കൈക്കലാക്കി മറച്ചുവിറ്റു. സ്വകാര്യ ബാങ്കിന്റെ മണ്ണന്തല ശാഖയിലാണ് മോഷണം നടന്നത്. 215 പവൻ സ്വർണം പലതവണയായി തിരിമറി നടത്തിയ സംഭവത്തിൽ മാനേജർ അടക്കം 3 പേരെ പിടികൂടി. ബാങ്ക് മാനേജർ എച്ച് രമേശ്, സുഹൃത്ത് ആർ വർഗീസ്, സ്വർണ്ണ വ്യാപാരി MS കിഷോർ എന്നിവരെയാണ് മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. രമേശ് മണ്ണന്തലയിലെ ബാങ്ക് മാനേജറായിരുന്ന കാലയളവിലായിരുന്നു തിരിമറി. 7 പേർ ബാങ്കിൽ പണയം വെച്ച 215 പവൻ സ്വർണം പലപ്പോഴായി പ്രതികൾ കൈക്കലാക്കി. വായ്പ തിരിച്ചടച്ച സ്വർണം തിരിച്ചെടുക്കാൻ നിക്ഷേപകൻ എത്തിയപ്പോഴാണ് സ്വർണം കാണാനില്ലെന്ന വിവരം അറിയുന്നത്. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ 27 നടത്തിയ ഓഡിറ്റിംഗിൽ 215 പവൻ സ്വർണം കാണാനില്ലെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ബാങ്കിന്റെ റീജിയണൽ മാനേജർ മണ്ണന്തല പോലീസിൽ പരാതി നൽകി. പ്രതിയായ രമേശ് അപ്പോഴേക്കും ട്രാൻസ്ഫർ നേടി ബാങ്കിന്റെ പാളയത്തെ ബ്രാഞ്ചിലേക്ക് മാറിയിരുന്നു. ബാങ്കിന്റെ ഓഡിറ്റിംഗിലാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. റീജിയണൽ മാനേജറിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. 50 ലക്ഷം രൂപയുടെ കടം പ്രതികൾക്കുണ്ടായിരുന്നു. കടബാധ്യത തീർക്കാനായിരുന്നു മോഷണം നടത്തിയതെന്നാണ് കരുതുന്നത്. മൂവരും ഒന്നിച്ചാണ് ആസൂത്രണം നടത്തിയതെന്നാണ് മൊഴി. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്താൻ രമേശിനെ സഹായിച്ചത് സുഹൃത്ത് വർഗീസും സ്വർണ്ണ വ്യാപാരി കിഷോറുമാണ്. പകുതിയിലേറെ സ്വർണം പ്രതികൾ പലയിടത്തായി വിറ്റതായാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ ശാസ്ത്രീയ തെളിവ് ശേഖരണം അടക്കം കടമ്പകൾ ഇനിയുമേറെ കടക്കാനുണ്ട്. ഇതിനോടൊപ്പം മോഷ്ടിച്ച സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ബാങ്കിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല.